Happy birthday, Amma. Thank you. Welcome. അപ്പോൾ ഇന്നലെ ആയിരുന്നു ആ ദിവസം എൻ്റെ 31ാമത്തെ ബർത്ത്ഡേ. അപ്പം ഞാൻ ഈ 31 വർഷവും എനിക്ക് കിട്ടാത്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ എനിക്ക് കിട്ടിയത്. ഞങ്ങൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ 3 പേരും കൂടെ സന്തോഷമായിട്ടിരുന്ന് കഴിച്ചു. അപ്പം നാണ്ട് അച്ഛനും മോനും കൂടെ എനിക്ക് സദ്യയ്ക്ക് എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളെല്ലാം വിളമ്പാനായിട്ട് നിൽക്കുവാണ്. ഏറ്റവും സന്തോഷം അല്ലുവിനായിരുന്നു. സദ്യയൊക്കെ വയ്ക്കുമ്പോൾ അല്ലുവിന് ഭയങ്കര സന്തോഷം. അല്ലു എല്ലാം വിളമ്പിയൊക്കെ തന്ന് ഇനി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കഴിക്കുന്നതിന് മുമ്പ് അല്ലുവിന് വാരി കൊടുക്കാനായിട്ടിരുന്നതാണ്. എന്നിട്ട് ഞാൻ കഴിക്കാനായിട്ടിരുന്നു. അപ്പം ഭയങ്കര ഹാപ്പി, എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമായിരുന്നു. അവസാനം അല്ലു കഴിച്ചിട്ട് പിന്നെ കളിയായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുക്കാനായിട്ട് ഓട്ടോയിൽ പോയി. എൻ്റെ പുതിയ സ്കൂട്ടർ, അപ്പോൾ അത് സർവീസിന് കൊടുത്തത് കൊണ്ട് അത് എടുക്കാനായിട്ടൊക്കെ പോവുകയാണ്. എന്നിട്ട് അതെടുത്തതിന് ശേഷം പിന്നെ ഏട്ടൻ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റായിട്ടൊരു ടോപ്പ് എടുത്ത് തരാനായിട്ട് കടയിലോട്ട് പോയി. അങ്ങനെ ടോപ്പൊക്കെ എടുത്തു. അപ്പോൾ ഇപ്പം കാണിക്കുക, ഇതാണ് എടുത്ത ടോപ്പ് കേട്ടോ. ഇതാണ് എനിക്ക് ഏട്ടൻ ബർത്ത്ഡേ ആയിട്ട് എടുത്തു തന്ന ഗിഫ്റ്റ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മഴയൊക്കെ ആയിരുന്നു. പിന്നെ മഴയൊക്കെ നനഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അല്ലുവിന് എന്തോ വിഷമം, അല്ലു ഒന്ന് വീണായിരുന്നു, അതിൻ്റെ വിഷമത്തിലാണ്. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരും കൂടെ മാത്രമായിട്ട് ഇന്ന് കേക്കൊക്കെ മുറിച്ചു. വളരെ ഹാപ്പി ആയിരുന്നു. ഇത്രയും നാള് ഒരു 31 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കണക്കൊരു ബർത്ത്ഡേ ഒരു ആഘോഷിക്കാനായിട്ട്. വളരെ സന്തോഷം. നിങ്ങൾ ഒരുപാട് വിഷസ് എനിക്ക് അറിയാത്ത എത്രയോ പേരുടെ വിഷസ് യൂട്യൂബിലൂടെയും ടെലിഗ്രാമിലൂടെയും ഒക്കെ ഒരുപാട് വിഷസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ട് എനിക്ക് ഒരുപാട് മനസ്സ് നിറഞ്ഞു. എന്തുകൊണ്ടും എനിക്ക് വളരെ സ്പെഷ്യലായിട്ടൊരു ദിവസം തന്നെ ആയിരുന്നു ഈ കഴിഞ്ഞു പോയ ദിവസം എന്ന് പറയുന്നത്. വളരെ സന്തോഷമായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഒരു ദിവസത്തെ ഇത്രത്തോളം മധുരമുള്ളതാക്കിയതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് പങ്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സന്തോഷം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ടാറ്റാ ബൈ ബൈ.